നമസ്കാരം. ഡ്രാഫ്റ്റ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL ഇന്ന് ഒരു സൂപ്പർ പോരാട്ടമാണ്. പെർഫെക്റ്റ് ടീം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ളൊരു സ്ക്വാഡും കൊണ്ട് PBKs വരുന്നു. മറുഭാഗത്ത് ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രിൻസ് എന്ന് വിളിപ്പേരുള്ള ശുഭ്മൻ ഗില്ല് നയിക്കുന്ന GT. മികച്ച പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ മത്സരം നടക്കുന്ന ന്യൂ ചണ്ഡീഗറിലാണ്. രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസ് ആദ്യം ഒന്ന് പരിശോധിക്കാം. കൂപ്പർ കനോലി നമ്പർ 3 ബാറ്റ് ചെയ്യും എന്നുള്ളത് PBKs കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റു വിദേശ താരങ്ങൾ മാർക്കസ് സ്റ്റോയിനിസും മാർക്കോ യെൻസനും എന്തായാലും ഉണ്ടാകും. അപ്പോൾ 4th ഓവർസീസ് പ്ലെയർ ആരായിരിക്കും എന്ന കാര്യത്തിലാണ് ചെറിയ സംശയങ്ങളുള്ളത്. ആസ്ബത്തുള്ള മർസായി കളിക്കാൻ നല്ല സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബെൻ ഡോർഷീസോ സേവിയർ ബാറ്റ്ലെറ്റോ കളിച്ചേക്കും. അങ്ങനെയെങ്കിൽ PBKസിൻ്റെ ഒരു പ്രോബിൾ 12 പോയാൽ പ്രിയാൻ ഷാരിയ, പ്രഭ് സിമ്രാൻ സിംഗ്, 2 വെടിക്കെട്ട് ഓപ്പണർമാർ, പിന്നാലെ കൂപ്പർ കനോലി. നമ്പർ 4 ശ്രേയസ് അയ്യർ, നമ്പർ 5 മാർക്കസ് സ്റ്റോയിനിസ്, നമ്പർ 6 നഹാൽ വധേര, നമ്പർ 7 ശശാങ്ക് സിംഗ്, നമ്പർ 8 മാർക്കോ യെൻസൻ, നമ്പർ 9 അസ്മത്തുള്ള ഒമർസായി. വാവ്, എന്തൊരു ബാറ്റിംഗ് ലൈനപ്പാണ്. ഇനി അസ്മത്ത് അല്ലെങ്കിൽ സേവിയർ ബാറ്റ്ലെറ്റോ ബെൻ ഡോർഷീസോ 9ാം നമ്പറിൽ ഇറങ്ങും. നമ്പർ 10 അർഷ്ദീപ് സിംഗ്, നമ്പർ 11 യേശ്വേന്ദ്ര ചാഹൽ, ദെൻ ഇമ്പാക്ട് സബ്ബായിട്ട് വിജയകുമാർ വൈശാഖ് ഇറങ്ങാനുള്ള സാധ്യത. സോ ഈ ഒരു 11 നോക്കുക. ഇതാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നമ്മൾ PBKസിന് കൊടുത്തിരുന്നത്. പലർക്കും ദഹിച്ചിട്ടില്ല, നമുക്കറിയാം. പക്ഷേ ആ സ്കോഡൊന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക. പെർഫെക്റ്റ് സ്കോഡാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം കളി ജയിച്ചുകൊള്ളണം, കിരീടം കൊണ്ടുപോയിക്കൊള്ളണം എന്നൊന്നുമില്ല. പക്ഷേ ഇന്ന് അവർക്ക് അവരുടെ മികവ് കാണിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. GTയുടെ കാര്യത്തിലാണെങ്കിൽ റാഷിദ് ഖാനും വാഷിംഗ്ടൺ സുന്ദറും എന്തായാലും പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും. അപ്പോൾ 2 സ്പിന്നർമാർ ഓൾറെഡി എവിടെയായി. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അടുത്തതായിട്ടൊരു ഫാസ്റ്റ് ബൗളർക്ക് അവസരം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ന്യൂ ചണ്ഡീഗർ സീം ബൗളിങ്ങിന് ഫേവർ ചെയ്യുന്നൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ സായി കിഷോറിനേക്കാൾ കൂടുതൽ ഒരു 4th ഫാസ്റ്റ് ബൗളർക്ക് സ്ഥാനം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അശോക് ശർമ്മ ഒരു എക്സൈറ്റിംഗ് ടാലൻ്റാണ്. അദ്ദേഹത്തിന് അവസരം ലഭിക്കുമെന്ന് നോക്കാം. അതേസമയം അർഷദ് ഖാന് തീർച്ചയായിട്ടും ലെഫ്റ്റ് ആമർ വെറൈറ്റി കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അതിൽ ആരെടുക്കും എന്നുള്ളത് കണ്ടറിയണം. സായി കിഷോറോ അശോക് ശർമ്മയോ അർഷദ് ഖാനോ എന്ന കാര്യത്തിലാണ് ഒരു ചെറിയ സംശയമുള്ളത്. അങ്ങനെ ഈ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഒരു പ്രോബിൾ 12 നോക്കിയാൽ ശുഭ്മൻ ഗില്ലും സായി സുദർശനും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്, പിന്നാലെ ജോസ് ബട്ട്ലർ ഇപ്പോൾ ഫോം മങ്ങിയിട്ടുണ്ട്. പക്ഷേ IPL അദ്ദേഹം മികവ് കാണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ദെൻ നമ്പർ 4 വാഷിംഗ്ടൺ സുന്ദർ, നമ്പർ 5 ഗ്ലെൻ ഫിലിപ്സ്, നമ്പർ 6 ഷാരുഖ് ഖാൻ, ദെൻ രാഹുൽ തെവാട്ടിയ, നമ്പർ 8 ജെയ്സൺ ഓൾഡ്രോ, കാഗിസോ റബാദയോ വന്നേക്കും. നമ്പർ 9 റാഷിദ് ഖാൻ, ദെൻ പ്രസിദ്ധ് കൃഷ്ണ. ഇതിപ്പോൾ റബാദയാണെങ്കിൽ റാഷിദ് ഖാൻ റബാദക്ക് മുമ്പ് ഇറക്കും. അത് മറ്റൊരു കാര്യം. അതേസമയം ഹോൾഡർ ആണെങ്കിൽ ഹോൾഡർ ആയിരിക്കും ഇറങ്ങുക എന്നാണ് കരുതേണ്ടത്. പിന്നെ ഇപ്പം ബാറ്റിംഗ് ഓർഡറിനൊന്നും ഒരു പ്രാധാന്യവും ഇല്ല. ഇപ്പോൾ എന്ന് സൂര്യ എപ്പോഴും പറയാറില്ലേ, സൂര്യകുമാർ യാദവ് ഇന്ത്യൻ നായകൻ പറയാറില്ലേ, ആ സമയത്തിനനുസരിച്ച് അങ്ങ് ഇറക്കുകയാണ്, അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പോൾ അതങ്ങനെ ഉണ്ടാൽ മതി. നമ്പർ 10 പ്രസിദ്ധ് കൃഷ്ണ, ദെൻ മുഹമ്മദ് സിറാജ്. പിന്നെ ഇമ്പാക്ട് സബ് നമ്പർ 12 എന്നുള്ളത് സായി കിഷോറോ അശോക് ശർമ്മയോ അർഷദ് ഖാനോ ഒക്കെ കളിയുടെ സ്ഥിതി അനുസരിച്ച് കളിക്കളത്തിലേക്ക് ഇറങ്ങിയേക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ GTയുടെ ഒരു പ്രോബിൾസ്. സോ മികച്ചൊരു പോരാട്ടത്തിനുള്ള അരങ്ങൊരുങ്ങുകയാണ്. PBKസിന് ഒരു അപ്പർ ഹാൻഡ് ഇല്ലേ എന്ന് ചിന്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.